ഹായ് ഓൾ, ഞാൻ അനുദീപ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം സെപ്റ്റംബർ 27 ഉണ്ടായിരിക്കും എന്നുള്ളത് PSC ഒഫീഷ്യലായി തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓഗസ്റ്റ് 30 സബ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാം. നമുക്ക് ഒരു മാസം ഇന്റർവൽ ഈ രണ്ട് പരീക്ഷകൾക്കിടയിലും ഉണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇനിയുള്ള സമയം, ചുരുക്ക സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് എഫക്റ്റീവായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക. ഇത്തരത്തിലുള്ള ഫ്രീ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇന്നത്തെ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ, വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയൊക്കെ മറ്റൊരു ദിവസം പറയുന്നതാണ്. ഇന്നൊരു വിഗ്രഹ വീക്ഷണം, എ ബേർഡ്സ് ഐ വ്യൂ, അതാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ പ്ലാൻ ചെയ്തത്. സെൽഫ് സ്റ്റഡി നടത്താൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്യൂബ് ചാനലിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്ലേലിസ്റ്റ് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായും കാണുക. കൂടുതൽ ക്ലാസ്സസ് അതുവഴി നിങ്ങൾക്ക് തരുന്നതാണ്. ഒരു അഫോർഡബിൾ ബാച്ച് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വളരെ എഫക്റ്റീവായ സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ മെയിൻസ് ബാച്ചുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കൊപ്പം ഇത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ കോംബോ ബാച്ചും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മെയിൻസ് ഉണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ ഫീസിൽ ആ ബാച്ചും നിങ്ങൾക്ക് ഈ കോംബോയുടെ ഭാഗമായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് നോട്ട്സും ഡെമോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ സിലബസ് വന്ന സമയം മുതൽ തന്നെ ഞങ്ങൾ അതിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ വലിയൊരു ശതമാനം ക്ലാസ്സുകൾ ഞങ്ങൾ റെഡി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, ഇൻ ഡെപ്ത് ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ സിലബസ് തീരുമെന്നുള്ള ഭയം വേണ്ട. സിലബസും തീർത്ത് റിവിഷൻ നൽകിയിട്ട് മാത്രമേ നിങ്ങൾ പറഞ്ഞേക്കുള്ളൂ. ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ഞങ്ങൾ ഉടൻ തന്നെ സിലബസ് ഇൻ ഡെപ്തിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട് റിവിഷൻ ആരംഭിക്കും. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ട് നേരിട്ട് ഞങ്ങളുടെ ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ നേരെ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 2 പേപ്പേഴ്സ് ആണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. PSCയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡെമോ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഗ്നോ പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്സ് മാത്രമേ അതിനകത്തുള്ളൂ. ആദ്യമേ നമുക്ക് പേപ്പർ 1 നിങ്ങൾ ജസ്റ്റ് നോക്കിയേ. ഇവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, പിന്നീട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, ഇതെല്ലാം നിങ്ങൾ പ്രിലിംസിൽ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പുതിയതായി നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ കറണ്ട് അഫയേഴ്സ്, റീസെന്റ് കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. അപ്പൊ പേപ്പർ 1 ഈസിയാണ് പിള്ളേരെ. നിങ്ങൾ അത് തലവേരെടുത്ത് ചിന്തിച്ച് ബഹളം ഉണ്ടാക്കണ്ട. പേപ്പർ 1 ഈസ് ഈസി. പേപ്പർ 2 ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു ഏലിയൻ സബ്ജക്ട്. കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. പേപ്പർ 2വിനകത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഇത് രണ്ടും ഒരു പുതിയ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് തോന്നും. ഇത് ആക്ച്വലി മോഡേൺ ഫിലോസഫിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നൊരു ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത്. പക്ഷെ PSC സിലബസിൽ ഇപ്പോഴും ഇത് 2 ഡിഫറെന്റ് സബ്ജക്ട്സ്, 2 ഡിഫറെന്റ് മൊഡ്യൂൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. സംശയം വേണ്ട, വളരെ ഈസി ആയിട്ട് ഈ 2 ടോപ്പിക്കുകളും മെർജ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വളരെ ഇൻ ഡെപ്തിൽ തന്നെ പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും അത്രയും ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതിലെ പല കാര്യങ്ങളും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റുമായിട്ട് ഓവർലാപ്പിംഗ് ആണ്. ഇതൊക്കെ എങ്ങനെ പഠിക്കണം, ഏത് ബുക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് പഠിക്കണം എന്നൊക്കെ മറ്റേ പ്ലേലിസ്റ്റിനകത്ത് വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷനും ആണ്. ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. ഇതൊക്കെ ജനറൽ ടോപ്പിക്സ് ആണ്. ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷയിൽ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വരും. കോൺസ്റ്റിറ്റ്യൂഷൻ ജനറൽ സബ്ജക്ട് ആണ്. ഈ 74th അമെന്റ്മെന്റ് അല്ലെ, രാജ്യസഭ, ലോക്സഭ, ഇതൊക്കെ നമ്മൾ ജനറലി പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ടേക്ക് ഇറ്റ് ഫ്രം മീ. കോൺഫിഡൻസ് മാത്രമാണ് നിങ്ങൾക്ക് വിജയത്തിൽ നടക്കി നിൽക്കുന്നത്. പല ആൾക്കാരും ഡിഗ്രിയിലുള്ള എക്സാംസ് അപ്രോച്ച് ചെയ്യാൻ തന്നെ പേടിയാണ്. കാര്യം എന്താ? സ്പെഷ്യൽ ടോപ്പിക്സ്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. 10th ലെവൽ, +2 ലെവൽ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. ജുഡീഷ്യൽ റിവ്യൂ, ഇനി പാർലമെന്ററി പ്രിവിലേജസ് എന്ന് ചോദ്യങ്ങൾ വരും. പഞ്ചായത്ത് സിസ്റ്റം ഒക്കെ അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇൻഡെപ്തിന് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒറ്റ പുസ്തകം മതി നിങ്ങൾക്ക് റാങ്ക് അടിക്കാനുള്ള മാർക്ക് മുഴുവൻ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പഠിക്കാനായിട്ട്. കാര്യം അതിൽ തന്നെ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അതിൽ ഡിഫറെന്റ് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ റിലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, എമർജൻസി, അങ്ങനെ പല പല രീതിയിലാണ് അവരത് ക്ലാസിഫൈ ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നതും. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്.
പിന്നീട് ഏറ്റവും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന കേരള എക്കണോമി അല്ലെ കേരള മോഡൽ ഓഫ് എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ബേസിക് സ്റ്റാറ്റ് കുറച്ച് ഡ്രൈ ഏരിയ ആണ് ഇത്, പക്ഷേ മാർക്ക് ചറപറാന്ന് കിട്ടുന്ന ഒരു ഏരിയ ആണ്. കുട്ടികൾ ഈ ഏരിയ സ്കിപ്പ് ചെയ്യും. പക്ഷേ നമുക്ക് ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾ ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും അത് കേരള എക്കണോമിയും ഇ ഗവർണൻസും ആണ്. ഇ ഗവർണൻസ് തൊട്ട് താഴെയുള്ള മൊഡ്യൂളാണ്. അപ്പൊ ഇത് ചുരുങ്ങിയ സമയം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കേരള എക്കണോമിക് റിവ്യൂലെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോലും നല്ല മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സും ചില യൂണിവേഴ്സിറ്റി ടെക്സ്റ്റും കൂടെ മാത്രം മതി. ഇതൊക്കെ പഠിക്കുന്നത് വേസ്റ്റ് ആവില്ല. ഈ പരീക്ഷ യൂസ്ഫുൾ ആവും. അടുത്ത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് പോലുള്ള പരീക്ഷകളും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. സിലബസ് അതിന്റെ മാറ്റം പ്രതീക്ഷിക്കാം. എൻവയോൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ, ഇതും അത്തരത്തിലുള്ള ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു, കൺസിഡർ ചെയ്യാനേ ഒക്കത്തില്ല. ഡിഗ്രി പ്രിലിംസിനും ഇവിടുന്ന് ചോദ്യങ്ങളുണ്ട്, മെയിൻസിനും ചോദ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന എക്സാംസിന് അടക്കം സിലബസിൽ ഇന്റഗ്രേറ്റഡ് ചെയ്ത് വരാൻ പോകുന്ന സബ്ജക്ട്സ് ആണ്. ഇൻഡെപ്തിൽ തന്നെ പഠിക്കുക. ഇപ്പം നിങ്ങൾ ഈ അടുത്ത കുറച്ച് മാസങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെയും ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ജനറേഷൻസ് തലമുറകളുടെയും ഫ്യൂച്ചർ ഇരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. അടിപൊളി പോസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരാൻ പോവുകയാണ്. സെക്രട്ടേറിയറ്റ് നിങ്ങൾക്ക് അറിയാം, നല്ല പ്രായത്തിൽ കയറി IAS വരെ കൺഫർ ചെയ്ത് കിട്ടും. ഒരു ഹയർ ലെവൽ സെക്രട്ടറി റാങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കും. കുറച്ച് ലേറ്റ് ആയിട്ട് കയറുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു ടോപ്പ് മാനേജറിയൽ ഗവൺമെന്റൽ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടയർ ആവാൻ സാധിക്കും. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ഔട്ട് ചെയ്തത്. ഇത് നമുക്ക് ശങ്കർ IAS പുസ്തകം മതി ഈ ഒരു ടോപ്പിക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇതിനൊക്കെ ക്ലാസ്സസ് ഞങ്ങൾ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. ബാക്കി ഞങ്ങൾ ഈ മാസം കൊണ്ട് തന്നെ കവർ ചെയ്ത് റെഡിയാക്കി വെക്കും. സ്റ്റഡി പ്ലാനിന്റെ ബേസിസ് തന്നെ ആയിരിക്കും നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് തരിക. കാര്യം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ LSTD സെക്രട്ടറിയുടെ സമയത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്ലാസ് തന്നു കഴിഞ്ഞാലും പല ആൾക്കാരും പഠിക്കില്ല. അവസാനം റിവിഷന്റെ സമയത്താണ് എല്ലാവരും കുത്തിരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവിഷൻ എക്സ്റ്റെൻസീവ് ആയിട്ട് തരണം. ഇൻഡെപ്ത് ക്ലാസ്സുകൾ തരുന്നതിനോടൊപ്പം തന്നെ സിലബസ് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് അത് തീവ്രമായ റിവിഷനിലേക്കാണ് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നത്. റിവിഷൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളിലാണ് ഞങ്ങൾ കൂടുതൽ ഈ പറയുന്ന പോലെ ഒരു ഹയർ മാർക്ക് നേടിയെടുക്കുന്നത് കാണാൻ സാധിച്ചിട്ടുള്ളത്. സബ്ജക്ട് പഠിക്കണം എന്നല്ല, പക്ഷേ റിവിഷൻ ഈസ് എക്സ്ട്രീംലി ക്രൂഷ്യൽ. ഈ ഗവർണൻസിന് ഇതൊരു സിംഗിൾ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാനില്ല. MBA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ ഈ ഗവർണൻസിന്റെ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റംസ് ഇതൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണ് ഈ ഗവർണൻസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് വരുന്നത്. ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അതാണ് ഈ ഗവർണൻസിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സെൽഫ് സ്റ്റഡി നടത്തിയാൽ പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ് കേരള PSC ഇപ്പോൾ ഇടുന്നത്. നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. PSC എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സെൽഫ് സ്റ്റഡിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിലബസ് ആണ് അവർ ഇട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സ് വേണമെങ്കിൽ ഉറപ്പായും വളരെ 2500 രൂപയ്ക്ക് മാത്രമേ നമ്മുടെ മെയിൻസ് ബാച്ചിന് ഫീസ് ആവുന്നുള്ളൂ. ഇൻഡെപ്ത് ക്ലാസ്സുകൾ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിൽ ഇൻഡെപ്ത് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്ത് സംശയത്തിനും ഞങ്ങളുടെ മെന്റേഴ്സിനെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡെമോ ബാച്ച് നിങ്ങൾ ചോദിച്ചാലും ഞങ്ങൾ ഡെമോ ബാച്ച് വരും. ഡെമോ ബാച്ച് നേരിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കൃത്യമായും ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. പിന്നെ എന്ത് സപ്പോർട്ടിനും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു, ബൈ.